ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യങ്ങളോടുകൂടി കുഞ്ഞു ജനിച്ചതിൽ ഒരന്വേഷണം കൂടി പ്രഖ്യാപിച്ചു. ഡിഎംഒയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം അന്വേഷിക്കും. കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. അതേസമയം ആശുപത്രിയിൽ വീണ്ടും ആശുപത്രിക്കെതിരെ പരാതി ഉയരുന്നുണ്ട്. ഒരു വർഷം മുൻപ് പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ വലത് കൈ തളർന്നിരുന്നു. കുട്ടി ഒരു വർഷമായി ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അതീവ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായി വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിച്ചതിൽ വീണ്ടും ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വൈകല്യങ്ങളോടുകൂടി ആലപ്പുഴ സ്വദേശിയായ സുറുമിക്ക് കുഞ്ഞ് ജനിച്ച സംഭവത്തിലാണ് ഒരന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിരുന്നു. അതുകൂടാതെ ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കും. ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനിടെ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായി ദമ്പതികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 2023 ജൂലൈ 3 ആലപ്പുഴ സ്വദേശിയായ വിഷ്ണുവിന്റെ ഭാര്യ അശ്വതി WNC ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. അന്ന് കുഞ്ഞ് പുറത്തേക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ വാക്വം ഉപയോഗിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് വാക്വം ഉപയോഗിച്ച് പ്രസവം നടക്കുന്ന കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ കൈക്ക് ഗുരുതരമായ തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഇവർക്ക് ശരിയായ രീതിയിലല്ല, നോർമൽ ഡെലിവറി ആയിരുന്നിട്ട് പോലും ശരിയായ രീതിയിലല്ല സ്റ്റിച്ചിട്ട് ഇട്ടതെന്നും പിന്നീട് ഇവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായി എന്നതായും വിഷ്ണു പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യം ഡോക്ടർമാരെ മാതാപിതാക്കളെ അറിയിച്ചത്. വാക്വം ഉപയോഗിച്ച് കുഞ്ഞിനെ വലിച്ചെടുക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ വലത് കൈക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും ഇപ്പോഴും ആ കൈ കുഞ്ഞിനെ ഉയർത്താൻ കഴിയില്ല എന്നും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ പതുക്കെയാണ് എന്നുമാണ് ഈ വിഷ്ണു പറയുന്നത്. കുഞ്ഞ് ഇതുവരെ ഒരു വർഷവും 1 വയസ്സും 5 മാസവുമായിട്ടും കുഞ്ഞ് ഇതുവരെ നടക്കാൻ തുടങ്ങിയില്ല, ഇരിക്കാൻ തുടങ്ങിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇത് ചൂണ്ടിക്കാട്ടി ഇവർ അന്ന് തന്നെ ഈ ഹോസ്പിറ്റൽ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അന്ന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അതിന് യാതൊരു നടപടിയുമായില്ല എന്നാണ് വിഷ്ണു ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഗുരുതരമായ പിഴവ് സംഭവിച്ച് കുഞ്ഞിന് വൈകല്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇവരും പരാതിയുമായി എത്തിയിരിക്കുന്നത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.